ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐഎസ് ഫാക്ടർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജിൻ്റെ കുറച്ച് ടോപ്പിക്ക് നോക്കി. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ആവറേജിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ആവറേജ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ റീപ്ലേസ്മെൻറ്റ്, അതായത് ഒരു വാല്യൂവിനെ മാറ്റിയിട്ട് വേറൊരു വാല്യൂവിനെ ആഡ് ചെയ്യുന്നു, റീപ്ലേസ്മെൻറ്റ്. ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ദ ആവറേജ്, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 10 players increased by 2 kg when one player whose weight 65 is replaced by new player. So what is the weight of the new player? അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താ, ഇത് ഏത് ടൈപ്പിലുള്ള പ്രോബ്ലം ആണ്? ഇത് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള പ്രോബ്ലം ആണ്. അതായത് ഇവിടെ 65 kg വെയിറ്റ് ഉള്ളൊരു ആളെ മാറ്റിയിട്ട് പുതിയൊരാളെ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, 2 kg ഇൻക്രീസ് ആയെന്നാണ് പറയുന്നത്. സോ എന്താണ്, ടോട്ടൽ ഇവിടെ 10 players ആണുള്ളത്, 10 players. അപ്പോൾ അങ്ങനെയുള്ള 10 പ്ലേയേഴ്സിൻ്റെയും 2 kg ഇൻക്രീസ് ആയി. എപ്പോൾ, എങ്ങനെയാണ് ഇൻക്രീസ് ആയത്? അതായത് 65 kg ഉള്ള ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വന്നു, പുതിയൊരാൾ വന്നു. അപ്പോൾ 2 kg ഇൻക്രീസ് ആയി. സോ ഈ 10 പേഴ്സൺസിൻ്റെയും 2 kg ഇൻക്രീസ് ആയി. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇൻക്രീസ് ആയത്? ടോട്ടൽ 20 ആണ് ഇൻക്രീസ് ആയത്. മനസ്സിലായോ? അതായത് ആദ്യം നമുക്ക് എത്രയാണ്, നമുക്ക് ഒരു ആവറേജ് ഉണ്ടായി എല്ലാത്തിൻ്റെയും ആവറേജ് നമുക്ക് 2 kg ഇൻക്രീസ് ആയി. 10 പേഴ്സൺസിൻ്റെയും ഇൻക്രീസ് ആയി, 2 kg ഇൻക്രീസ് ആയി. 2 kg ആണ് ഓരോ ആൾക്കാരുടെയും ഇൻക്രീസ് ആയത്. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടൽ 10 ആണുള്ളത്, 10 പേഴ്സൺസ്. സോ 20 kg ആണ് ഇപ്പോൾ വന്ന ആളെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവുക. സോ 65 പ്ലസ് ഈ എക്സ്ട്രാ വാല്യൂ, അതായത് 20 ഈക്വൽ ടു എന്താണ്, 85 kg ആണ് പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയാം. സോ എന്താ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോ. അതായത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇവിടെ ഇല്ല ആൾക്കാരുണ്ട്, അതിൽ നിന്ന് ഒരു 65 kg ഉള്ള ഒരാൾ പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ പുതിയ ആൾ വന്നു. ആ ആളുടെ വെയിറ്റ് എത്രയാണ്? ആ ആളുടെ വെയിറ്റ് നമുക്കറിയില്ല. പക്ഷേ ഈ ആൾ വരുമ്പോൾ ടോട്ടൽ ആവറേജിൽ നിന്ന് എന്തായി, 2 kg ഇൻക്രീസ് ആയി. ടോട്ടൽ ആവറേജിൽ നിന്ന് 2 kg ഇൻക്രീസ് ആയി. സോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 65 ഉള്ള ആൾ പുറത്തു പോയി, 65 ഉള്ള ആൾ പുറത്തു പോയി. അപ്പോൾ വന്ന ആൾ ഇയാളെക്കാളും കൂടുതലായിരിക്കണം വെയിറ്റ്, 65-നേക്കാളും കൂടുതലായിരിക്കണം വെയിറ്റ്. അപ്പോൾ എത്രയായിരിക്കണം കൂടുതൽ? എത്ര കൂടുതൽ ആയിരിക്കണം എന്ന് വെച്ചാൽ, ആ വരുന്ന ആൾ ഈ 10 പേർക്കും എന്താണ്, 2 kg ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്താ, 10 പേരുടെയും ഈക്വലായിട്ട് ഇൻക്രീസ് ആവും. സോ 2 kg 10 പേർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വന്ന ആൾക്കാർക്ക് ആളിന് പോയ ആളിനേക്കാളും എത്രയാണ്, 20 kg എക്സ്ട്രാ വരണം. സോ എന്താണ്, 85 ആണ് വന്ന ആളുടെ വെയിറ്റ് വരിക. ക്ലിയർ? അതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ആവറേജ് ഏജ് ഓഫ് 8 men ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 years വെൻ 2 of them whose age 30 and 34 are replaced by 2 persons. So what is the average age of 2 new person? അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആവറേജ് ഏജ് ഓഫ് 8 men ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്, 3 kg. അപ്പോൾ 8 മെന്നിൻ്റെ എത്ര ഇൻക്രീസ് ആയി? 3 kg. അപ്പോൾ ഓരോ ആൾക്കാരുടെയും എക്സ്ട്രാ 3 കിട്ടിയെന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഓരോ ആൾക്കാർക്കും എക്സ്ട്രാ 3 കിട്ടിയാൽ ടോട്ടൽ എത്രയാണ്, 24 kg ആണ് എക്സ്ട്രാ ഉള്ളത്. ഓക്കെ, അപ്പോൾ മുന്നത്തെ ആളിനേക്കാളും 24 എക്സ്ട്രാ ഉണ്ടെന്നാണ് നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത്. സോ നേരത്തെയുള്ള ആൾക്കാരുടെ ഏജ് എത്രയാണ്? ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്, 30 പ്ലസ് 34 ഈക്വൽ ടു 64 ആണ് നേരത്തെയുള്ള ആൾക്കാരുടെ ടോട്ടൽ ഏജ് എന്ന് പറയാം. നേരത്തെ ഉള്ള രണ്ടാൾക്കാരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്, 64. രണ്ടാൾക്കാരുടെ പുറത്തു പോയ ആൾക്കാരുടെ എത്രയാണ്, 64. അപ്പോൾ അങ്ങനെ പുറത്തു പോയിട്ട് റീപ്ലേസ് ചെയ്തു, രണ്ടാൾക്കാരെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ എത്രയാണ്, 24 എക്സ്ട്രാ കൊണ്ടുവരണം. ഓക്കെ, ആ 24 എക്സ്ട്രാ കൊണ്ടുവന്നാൽ നമുക്ക് 8 പേർക്കും 3 വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 88 ആണ് പുതിയ വന്ന രണ്ടാൾക്കാരുടെയും കൂടിയിട്ടുള്ള വെയിറ്റ്. അപ്പോൾ ആൻസർ എത്രയാണ്, 88 ആണോ? അല്ല. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് 2 person? ആവറേജ് ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ്, 88 ഡിവൈഡ് ബൈ 2, അതാണ് ആവറേജ്. രണ്ടാൾക്കാരുടെ ആവറേജ് കാണാൻ ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ഈക്വൽ ടു എന്ത് കിട്ടി, 44 ആണ് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇവിടെ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 30 പ്ലസ് 34 ഈക്വൽ ടു 64 വെയിറ്റുള്ള ആൾക്കാർ, 2 ആൾ, 64 വെയിറ്റുള്ള 2 ആൾ പോയി. എന്നിട്ട് പുതിയ 2 ആൾക്കാർ വന്നു. സോ അവരുടെ വെയിറ്റ് വന്നാൽ, പുതിയ 2 ആൾക്കാർ വന്നാൽ എത്രയാണ്, ടോട്ടൽ ആവറേജിൽ 3 ഇൻക്രീസ് ആവും. 8 പേരുടെയും ആവറേജിൽ നിന്ന്
അതായത് 8 പേരുടെയും 3 ഇൻക്രീസ് ആവും. സോ ടോട്ടൽ എത്രയാ? 8 പേരുടെയും 3 ഇൻക്രീസ് ആവണമെങ്കിൽ വന്ന ആൾ പോയ ആൾക്കാരെക്കാളും 24 കൂടുതലായിരിക്കണം. പോയത് 2 പേരും സമ്മ് 64 ആണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് 64 പ്ലസ് 24 ഈക്വൽ ടു എന്താണ്? 88 ആണ്. ഇനി ഇവരുടെ ആവറേജ് ചോദിച്ചു. ആവറേജ് ചോദിച്ചാൽ ഡിവൈഡ് ബൈ, അതായത് ഇത് ടോട്ടലാണ്, വന്ന ആൾക്കാരുടെ ടോട്ടലാണ്, ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 44 ആണ് ഈ വന്ന 2 ആൾക്കാരുടെയും ആവറേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ്, 44 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്താ? റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലം. ക്ലിയർ? ഇനി നമ്മൾ ഇൻക്ലൂഷൻ എന്നുള്ള പാർട്ട് നോക്കാം. അതായത് ആവറേജിൽ തന്നെ ഇൻക്ലൂഷൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ നോക്കാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ദ മീൻ വെയിറ്റ് ഓഫ്, അതായത് എന്താ? ആവറേജ് വെയിറ്റ് ഓഫ് 34 സ്റ്റുഡൻറ്റ് ഓഫ് ആൻ സ്കൂൾ ഈസ് 42 kg. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 34 സ്റ്റുഡൻസിൻ്റെ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ് ആവറേജ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ സം എന്ത് കിട്ടും? ആവറേജ്. അതായത് നിങ്ങളൊരു ആവറേജ് എന്ന് പറയുന്നത് എന്താ? സം ഡിവൈഡ് ബൈ നമ്പറാണ്. സം ഡിവൈഡ് ബൈ നമ്പറാണ്. സോ 34 ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പറാണ്. ഓക്കെ, ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ 34 സ്റ്റുഡൻസ് ആണ്, അവരുടെ ആവറേജ് 42 ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവരുടെ സം എന്തായിരിക്കും? ഇവരുടെ വെയിറ്റിൻ്റെ സം എന്തായിരിക്കും? ഇൻറ്റു 2 ചെയ്താൽ ഇൻറ്റു, അതായത് ഈ 2 ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 34 സ്റ്റുഡൻസ് ഇൻറ്റു 42 kg. സോ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 34 ഇൻറ്റു 42 എന്ന് പറഞ്ഞാൽ 8241 1428. ഓക്കെ, ഇതാണ് നമുക്കെന്താ? ഇവരുടെ സമ്മ് കിട്ടുക, അതായത് ടോട്ടൽ വെയിറ്റ് കിട്ടുക. ടോട്ടൽ വെയിറ്റ്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ആണ് ഇവിടെ കിട്ടിയത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ വെയിറ്റ് ഓഫ് ടീച്ചർ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. അപ്പോൾ നേരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തു, ഇവിടെ ടീച്ചറിൻ്റെ വെയിറ്റും കൂടെ ഇതിൽ ഇൻക്ലൂഡായി. അതായത് ആദ്യം 34 ആൾക്കാരാണ് ഉണ്ടായത്, പിന്നെ ഒരു ടീച്ചറും കൂടെ വന്നു. ക്ലിയർ? അപ്പോൾ +1 ആണ്. സോ ടോട്ടൽ 35 ആൾക്കാരായി. ക്ലിയർ? അപ്പം അങ്ങനെ ആകുമ്പോൾ മീൻ റൈസ് ബൈ എത്രയാ? 400 grams. അപ്പോൾ ടീച്ചറും കൂടെ വരുമ്പോൾ എന്തായി ആവറേജ് എന്ന് പറയുന്നത് 400 grams ഇൻക്രീസ് ചെയ്തു. സോ അപ്പോൾ എന്താണ് ന്യൂ ആവറേജ്? എന്താണ്? 400 grams ആണ്. 42.4 ആണ്. 4 kg ആണ് പുതിയ ആവറേജ്. സോ ഇവരുടെ ന്യൂ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? 35 ആണ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു 42.4 ആണ് ന്യൂ ആവറേജ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4841. ഓക്കെ, 1484 ആണ് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. സോ സിമ്പിളാണ് ഇത്. എന്താ ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, അതായത് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇനി വരുന്ന എന്താ ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 56 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ടോട്ടൽ ആവറേജ് തന്നു, അപ്പോൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം. പിന്നെ ടീച്ചർ ഇൻക്ലൂഡായി. ടീച്ചർ ഇൻക്ലൂഡ് ആകുമ്പോൾ അപ്പോൾ ഉള്ള ടോട്ടൽ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ടീച്ചറിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ നോക്കിയാൽ 35 ഇൻറ്റു 42.4 ഒക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനേക്കാളും നമുക്ക് എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 34 സ്റ്റുഡൻസ് ആണുള്ളത്. ക്ലിയർ? 34 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ടീച്ചർ ഇൻക്ലൂഡ് ആകുമ്പോൾ ഇവരുടെ ഈ 34 സ്റ്റുഡൻസിൻ്റെയും പ്ലസ് ടീച്ചറിൻ്റെയും ഓക്കെ ഈ 35 ആൾക്കാരുടെയും എന്താണ് ആവറേജിൻ്റെ 0.4 ഇൻക്രീസ് ആവുന്നു. സോ ഇൻറ്റു 0.4. ഈ 35 ആൾക്കാരുടെയും ആവറേജ് 0.4 ഇൻക്രീസ് ആവുന്നു. സോ 35 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു നമുക്കറിയാം 14 ആണ്. ക്ലിയർ? 14 അല്ലേ കിട്ടുക? 14 ആണ് കിട്ടുക. സോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 14 എക്സ്ട്രാ വരണം. അപ്പോൾ നേരത്തെ ഓൾറെഡി ഉണ്ടായ ആൾക്കാരിൽ നിന്നും 14 എക്സ്ട്രാ വരണം. അപ്പോൾ നേരത്തെ എത്രയാണ് എല്ലാവരുടെയും ആവറേജ്? 42 ആണ്. ഇപ്പോൾ 14 എക്സ്ട്രാ കൊണ്ടുവന്നു ടീച്ചർ. അപ്പോൾ 14 എക്സ്ട്രാ വെയിറ്റ് കൊണ്ടുവന്നാൽ എന്തായി? ഈ 35 ആൾക്കാർക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എത്രയാ? 0.4 വീതം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? ഇതും 56. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറായി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട. ക്ലിയർ? അതായത് എന്താണ് 35 ഉണ്ട്, 34 ഉണ്ട്, ടീച്ചർ ഇൻക്ലൂഡായി 35 ആയി. സോ ഓൾറെഡി ഉള്ള ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്.
അപ്പോൾ ടീച്ചർ വരുമ്പോൾ എല്ലാവരുടെയും ഈ 35 ആൾക്കാരുടെയും, അതായത് നമ്മൾ ടീച്ചറിൻ്റെയും എന്തായി ആവറേജിൻ്റെ കൂടെ കൂട്ടി 42 ആയിട്ട് കൂട്ടി. എന്നിട്ട് പുതിയ ആവറേജ് എത്രയാണ് 0.4, ഈ 35 ആൾക്കാരുടെയും 0.4 ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ എത്രയാണ് 14 ആണ് ഇൻക്രീസ് ആകുന്നത്. ടീച്ചർ എക്സ്ട്രാ കൊണ്ടുവരണം. സോ 56 ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 56. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്, ആവറേജ് ഓഫ് 18 നമ്പർ ഈസ് 37.5. ക്ലിയർ? അപ്പോൾ 18 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 37.5 ആണ്. ഇഫ് 6 നമ്പർ ഓഫ് ആവറേജ് എക്സ് ആർ ആഡഡ് ടു ദം, then average of all the numbers increased by 1. So the number of the value of x ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഒന്നുമില്ല, ഇനിഷ്യലി എത്രയാണ് 18 ആൾക്കാരാണ് ഉണ്ടായത്. ക്ലിയർ? ഇനിഷ്യലി 18 ആണ് ഉണ്ടായത്. സോ 18ൻ്റെ കൂടെ പുതിയതായിട്ട് എത്രയാണ് 6 ആൾക്കാരും കൂടെ കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 18 + 6 24 ആൾക്കാരെ ആയി. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ 6 പേഴ്സൺസും വരുമ്പോൾ എന്തായി, ടോട്ടൽ ആവറേജിൽ നിന്ന് എത്ര കൂടി, എത്ര ഇൻക്രീസ് ചെയ്തു? 1 ആണ് ഇൻക്രീസ് ചെയ്തത്. സോ ഇൻറ്റു 1 ചെയ്യാം. സോ ടോട്ടൽ 24 ആണ് ഈ 6 പേഴ്സണും എക്സ്ട്രാ കൊണ്ടുവരുന്നത്. ഓക്കെ, ഓൾറെഡി ഉള്ള ആവറേജിനേക്കാളും 24 ആണ് ഇപ്പോൾ നേരത്തെ ഉള്ള ആൾ എക്സ്ട്രാ കൊണ്ടുവരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്, ഇഫ് 6 നമ്പേഴ്സ് ഓഫ് ആവറേജ് എക്സ് ആർ ആഡഡ് ടു ദം. അപ്പോൾ 6 അവരുടെ ആവറേജ് ആണ്, 6 നമ്പേഴ്സ് ഓഫ് ആവറേജ്, അതായത് 6 നമ്പേഴ്സ് ആണ്, 6 നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ 6 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 24 ആണ് എക്സ്ട്രാ വരേണ്ടത്. ക്ലിയർ? 24 ആണ് എക്സ്ട്രാ വരേണ്ടത്. സോ അപ്പോൾ ആവറേജ് എത്ര കിട്ടും? ആവറേജ് എന്ന് പറയുന്നത് 24 / 6. ഓക്കെ, അപ്പോൾ 4 ഈച്ച്. അപ്പോൾ 4 വീതം എല്ലാവരുടെ കയ്യിൽ നിന്നും ഇൻക്രീസ് ആവുന്നു. 4 ഈച്ച് ഇൻക്രീസ് ആവുന്നു. സോ ഓൾറെഡി എത്രയാണുള്ളത്? ഓൾറെഡി എല്ലാവരുടെയും ആവറേജ് 37.5 ആണ്. ക്ലിയർ? പ്ലസ് എത്രയാണ് 4 ഈച്ച് ഈക്വൽ ടു 41.5 ആണ്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി 41.5. അപ്പോൾ ഇവിടെ ചെയ്തത് ടോട്ടൽ ആൾക്കാർ എത്രയാണ്? 18 ആണ്. അതായത് 18 പിന്നെ എക്സ്ട്രാ ഒരു എത്രയാണ് 6 പേഴ്സൺസ്. ടോട്ടൽ നമ്പേഴ്സാണ് 18 നമ്പേഴ്സ് ഉണ്ട്, എക്സ്ട്രാ ഒരു 6 നമ്പേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 6 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 6 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ? 6 നമ്പേഴ്സിൻ്റെ ആവറേജ് എക്സ് ആണ്. അപ്പോൾ ഈ ആവറേജ് ഇത് ടോട്ടൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിൽ 1 ഇൻക്രീസ് ആയി. സോ 18ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ എത്രയാണ്? 24 നമ്പേഴ്സിൻ്റെയും ഒന്നുകൂടി. സോ ഇൻറ്റു 1 ചെയ്യുമ്പോൾ ടോട്ടൽ ഈ എക്സ്ട്രാ വന്നത് 24, ഓൾറെഡി ഉള്ള ആവറേജിനേക്കാളും 24 ഇൻക്രീസ് ആവണം. പക്ഷേ ഇത് 6 നമ്പേഴ്സാണ് വരുന്നത്. സോ ഈ 24 എന്ന് പറയുന്നത് 6 ആൾക്കാരുടെയും കൂടുതൽ, 6 ആൾക്കാരും കൂടിയിട്ടാണ് 24 ഇൻക്രീസ് കൂടുതലാണെന്ന്. അപ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും? 24/6 ആണ് ഒരു നമ്പറിന്. 24/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 4 ആണ് ഒരു നമ്പറിന് കൂടുതൽ. അപ്പോൾ 6 നമ്പേഴ്സ് കൂടുമ്പോൾ എത്രയാണ്? 24 ആയി. ക്ലിയർ? അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താ ആവറേജ് ഫിക്സ് ചെയ്ത് എത്രയാണ്? 37.5 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 41.5 കിട്ടി. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ആവറേജ് ഏജ് ഓഫ് 6 വർക്കേഴ്സ് ഓഫ് ആൻ ഓഫീസ് ഈസ് 37. ഓക്കെ, ഓൺ അപ്പോയിൻറ്റിംഗ് എ ന്യൂ വർക്കർ ദ ആവറേജ് ഏജ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 years. ഫൈൻഡ് ദ ആവറേജ് ഏജ് ഓഫ് ന്യൂ വർക്കർ. സോ എന്താണ് ഇവിടെ പറയുന്നത്? ആവറേജ് ഏജ് ഓഫ് 6 വർക്കർ. അപ്പോൾ 6 വർക്കറാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരാളെ എക്സ്ട്രാ വന്നു. സോ +1 ഒരാളെ എക്സ്ട്രാ വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ? ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ആവറേജ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? വന്ന ആൾക്കാരുടെ എന്താണ് ഏജ് എന്ന് പറയുന്നത് കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ ടോട്ടൽ ആവറേജ് ഡിക്രീസ് ആവും. ഹയർ വാല്യൂ ആഡ് ചെയ്താൽ എന്താ? ടോട്ടൽ വാല്യൂ ഇൻക്രീസ് ആവും. ലെസ്സർ വാല്യൂ ആഡ് ചെയ്താൽ ടോട്ടൽ ആവറേജ് ഡിക്രീസ് ആവും. അപ്പോൾ ഇവിടെ ലെസ്സർ വാല്യൂ ആയിരിക്കാം എന്താ ആഡ് ചെയ്തത്. സോ 6 + 1 അതാണ് ടോട്ടൽ എത്ര ആൾക്കാർ? 6 + 1 ആണ്. അതായത് 6 ഓൾറെഡി ഉണ്ട്, ഒരാൾ എക്സ്ട്രാ വന്നു. സോ 6 + 1 ആണ്. ഇവരുടെ എല്ലാവരുടെയും 2 ഡിക്രീസ് ആയി. ടോട്ടൽ അപ്പോൾ എത്രയാണ്? 14 ആണ് ഡിക്രീസ് ആയത്. ക്ലിയർ? ടോട്ടൽ 14 ഡിക്രീസ് ആയിട്ടുണ്ട്. സോ ഓൾറെഡി ഉള്ള ആവറേജ് എത്രയാണ്? 37 ആണ്. അതിൽ നിന്ന് 14 ഡിക്രീസ് ആയി. സോ 23 ആണ് വന്ന ആളുടെ ഏജ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇവിടെ ടോട്ടൽ ഇനിഷ്യലി 6 ആണുള്ളത്. ഇനിഷ്യലി 6
എക്സ്ട്രാ ഒരാൾ വന്നു. അങ്ങനെ വരുമ്പോൾ ഡിക്രീസ് ആണ് ആവറേജ് ആയത്. അതെന്തുകൊണ്ടാണ് ഡിക്രീസ് ആയത്? ലെസ്സർ ഏജ് ആയിരിക്കും. അതായത് എന്താ, ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും പുതിയ ആളുടെ ഏജ് എന്ന് പറയാം. സോ അങ്ങനെ 6ഉം 1 7 ആൾക്കാരുടെയും എന്തായി ടു ഡിക്രീസ് ആയി. ടോട്ടൽ 14 ആണ് ഡിക്രീസ് ആയത്. അപ്പോൾ വന്ന ആൾക്ക് എന്തായി, ആവറേജിനേക്കാളും ഓൾറെഡി ഉള്ള ആവറേജിനേക്കാളും 14 ആയിരിക്കും കുറവ്. സോ എന്താ, ഓൾറെഡി ഉള്ള ആവറേജ് എത്രയാണ്? 37. അതിൽ നിന്ന് 14 ആണ് കുറവ്. അങ്ങനെ ആകുമ്പോൾ എന്താ, 23 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ, 23. ഇനി നമ്മൾ നോക്കിയാൽ CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദർ ആർ 2 ക്ലാസ്സസ് A ആൻഡ് B ഹാവിങ് 25 ആൻഡ് 30 സ്റ്റുഡൻസ് റെസ്പെക്റ്റീവ്ലി. 2 ക്ലാസ് ആണ്, എയും ബിയും ആണ്. അതായത് ക്ലാസ് എ എന്ന് പറയുന്നത് 25 ആൾക്കാരാണ്, ബി ആണെങ്കിലോ ബിയിൽ 30. സോ ക്വസ്റ്റ്യൻ എന്താ, ക്ലാസ് എ ദ ഹയസ്റ്റ് സ്കോർ ഈസ് 21. ക്ലാസ് എയിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത്, ക്ലാസ് എയിൽ ഹയസ്റ്റ് എത്രയാണ്? 21 ആണ്. അതുപോലെ ലോവസ്റ്റ് എന്ന് പറയുന്നത് സ്കോർ എത്രയാണ്? 17 ആണ്. ക്ലിയർ? ഇനി ക്ലാസ് ബി ആണെങ്കിൽ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ലോവസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. സോ 4 സ്റ്റുഡൻസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ക്ലാസ് എ ടു ക്ലാസ് ബി. ക്ലാസ് എ ടു ക്ലാസ് ബിയിലേക്ക് എത്ര? 4 സ്റ്റുഡൻസിനെ എ ടു ബി ആണ് ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ? 4 സ്റ്റുഡൻസിനെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ? ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് ബി വിൽ ബി ഡെഫിനറ്റ്ലി ഡിക്രീസ് ആണോ? അതായത് എയിൽ നിന്ന് ബിയിലേക്ക് 4 ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ബീൻ്റെ സ്കോറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡിക്രീസ് ആണോ? ആവാൻ ചാൻസ് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, ഹയർ വാല്യൂ നമ്മുടെ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഹയർ വാല്യൂ ആഡ് ചെയ്താൽ ടോട്ടൽ ആവറേജ് ഇൻക്രീസ് ആവും. ഒരു കൂട്ടത്തിലേക്ക് സ്മോളർ വാല്യൂ ആഡ് ചെയ്താൽ ടോട്ടൽ ആവറേജ് ഡിക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ, എയിൽ നിന്നാണ് ബിയിലേക്ക് പോകുന്നത്. സോ എയിൻ്റെ ഹയസ്റ്റ് സ്കോർ എത്രയാണ്? എയിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 21 ആണ്. സോ ബീൻ്റെ ലോവസ്റ്റ് എന്താണ്? 22 ആണ്. ഓക്കെ, അപ്പോൾ എയിൻ്റെ മാക്സിമം എത്രയാണ്? 21. പക്ഷേ അതെന്താ, അത് ബീനേക്കാളും ചെറുതാണ്. ബീൻ്റെ ലോവസ്റ്റ് 22 ആണ്. അപ്പോൾ ഏത് 4 വാല്യൂവും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും എന്താ, ലെസ്സർ വാല്യൂ ആയിരിക്കും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ലെസ്സർ വാല്യൂ ഷിഫ്റ്റ് ചെയ്താൽ എന്തായിരിക്കും? ടോട്ടൽ ആവറേജ് എപ്പോഴും ഡിക്രീസ് ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ഡെഫിനറ്റ്ലി ഡിക്രീസിങ് ആണ്. നെക്സ്റ്റ്, ദ ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ബി ഡെഫിനറ്റ്ലി ഇൻക്രീസ്. ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ ഡെഫിനറ്റ്ലി ഇൻക്രീസ് എന്ന് പറയുന്നു. അത് എങ്ങനെ കറക്റ്റ് ആണോ? അതായത് നമുക്ക് നോക്കാം, ഈ ലെസ്സർ വാല്യൂ, അതായത് ഇപ്പോൾ 17 ഉള്ള വാല്യൂ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 4 വാല്യൂ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ലെസ്സർ വാല്യൂ ഷിഫ്റ്റ് ചെയ്താൽ എന്തായി, എയിൻ്റെ ആവറേജ് ഇൻക്രീസ് ചെയ്യും. ലെസ്സർ വാല്യൂ ഷിഫ്റ്റ് ചെയ്യുന്നു. മറിച്ച് എന്താ, ഹയർ വാല്യൂ അതായത് 21, ആ വാല്യൂ 21 ഉള്ള ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തു. 21 സ്കോറുള്ള ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്താ, ഹയർ വാല്യൂ ആണ് പോയത്. ഹയർ വാല്യൂ പോകുമ്പോൾ എന്തായി, നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താ, ആവറേജ് ഡിക്രീസ് ആവും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ദ ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ബി ഡെഫിനറ്റ്ലി ഇൻക്രീസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, സ്മോളർ വാല്യൂ പോയാൽ എന്താ, നമുക്ക് ഡെഫിനറ്റ്ലി എന്താ ഇൻക്രീസ് ആവും. പക്ഷേ ഹയർ വാല്യൂ ഇപ്പോൾ 21 ഒക്കെയാണ് പോയതെങ്കിൽ എന്താ, ഡെഫിനറ്റ്ലി എന്തായി, ഹയർ വാല്യൂ പോയാൽ നമുക്കറിയാം എന്തായി, ടോട്ടൽ ആവറേജ് ഡിക്രീസ് ആവും. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡെഫിനറ്റ്ലി ഇൻക്രീസിങ് എന്ന് പറയുന്നത് റോങ് ആണ്. സോ എന്താ, ഓപ്ഷൻ എ only 1 ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ദർ ആർ 3 ഗ്രൂപ്പ്. അപ്പോൾ ഇൻ എ ക്ലാസ് ദർ ആർ 3 ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ തന്നെ ഇഫ് 1 സ്റ്റുഡൻറ്റ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് 2 സ്റ്റുഡൻസ് ഫ്രം ഗ്രൂപ്പ് ബി ആർ ഷിഫ്റ്റഡ് ടു ഗ്രൂപ്പ് സി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഗ്രൂപ്പ് ഉണ്ട്, എ ബി അതുപോലെ സി, എ ബി സി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്, 1 സ്റ്റുഡൻറ്റ് ഫ്രം ഗ്രൂപ്പ് എ. അപ്പോൾ ഗ്രൂപ്പ് എയിൽ നിന്ന് 1 സ്റ്റുഡൻറ്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി എന്താണ്, 2 സ്റ്റുഡൻസ് ഫ്രം ഗ്രൂപ്പ് ബി. 2 സ്റ്റുഡൻസ് ഫ്രം ഗ്രൂപ്പ് ബി ആണ്. സോ ഷിഫ്റ്റഡ് ടു ഗ്രൂപ്പ് സി ആണ്. ദെൻ വാട്ട് ഹാപ്പൻ ടു ദ ആവറേജ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ആവറേജ് വെയിറ്റ് ഉണ്ടാവും, ക്ലാസ്സിൻ്റെ ആവറേജ് വെയിറ്റ് ഉണ്ടാവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ടോട്ടൽ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ
ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അതായത് ഒരു ക്ലാസ് ആണ് ഇത്, ടോട്ടൽ ക്ലാസ് ആണ്. ടോട്ടൽ ക്ലാസ്സിൽ എന്താ 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ഗ്രൂപ്പിൽ എന്താ ABC 3 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എയിൽ നിന്ന് ഒരാൾ സിയിലേക്ക് പോയി, ബിയിൽ നിന്ന് 2 പേര് സിയിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആവറേജ് എന്ത്? ആവറേജ് വെയിറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓഫ് ദ ക്ലാസ്, ആവറേജ് വെയിറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് എത്രയാണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ ക്ലാസ്സിന് വെളിയിൽ പോയിട്ടില്ല. അതായത് ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഓരോ ഗ്രൂപ്പിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ക്ലാസ്സിൻ്റെ ആവറേജ് നോക്കുമ്പോൾ സെയിം ആണ്, അത് ചേഞ്ച് വരില്ലല്ലോ. കാരണം ഇതൊന്ന് പുറത്തേക്ക് ഒരാൾ പോയാലാണ് ആവറേജ് ചേഞ്ച് വരിക. ഗ്രൂപ്പിനകത്ത് അതായത് ഗ്രൂപ്പിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ ടോട്ടൽ ആവറേജ് നോക്കുന്നത് എന്താ? ഈ ക്ലാസ്സിൻ്റെ ആവറേജ് ആണ് നോക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ആവില്ല. സോ അതിൻ്റെ ആൻസർ എന്താ? അപ്പോൾ എന്താ? ഇറ്റ് റിമെയിൻസ് സെയിം ആണ്. ഓക്കെ, സെയിം ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ? അടുത്ത് നോക്കാം. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഷനാണ് നോക്കിയത്. ഇനി എക്സ്ക്ലൂഷൻ നോക്കാം. എക്സ്ക്ലൂഷൻ നോക്കിയാൽ ആവറേജ് ഏജ് ഓഫ് 14 ഗേൾസ് ആൻഡ് ദെയർ ടീച്ചർ ഈസ് 15 ഇയേഴ്സ്. അപ്പോൾ 14 ഗേൾസും അവരുടെ ടീച്ചറിൻ്റെയും നോക്കിയാൽ ആവറേജ് ഏജ് ഓഫ് 14 ഗേൾസ് ആൻഡ് ദെയർ ടീച്ചർ ഈസ് 15 ഇയേഴ്സ്. 14 ഗേൾസും 15 ആവറേജ് ഏജ് ഓഫ് 14 ഗേൾസ് ആൻഡ് ദെയർ ടീച്ചർ ഈസ് 15 ഇയേഴ്സ്. സോ എത്രയാ? 14 പ്ലസ് ടീച്ചർ. സോ ടോട്ടൽ 15 ആൾക്കാരെ, ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. സോ ടോട്ടൽ എത്രയാ? 225 ആണ് ഇവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയാം. ഓക്കെ, സം ഓഫ് ഏജ് എന്ന് പറയുന്നത് 15 × 15 എന്ന് പറയുന്നത് 225 ആണ്. ഇഫ് ടീച്ചേഴ്സ് ഏജ് ഈസ് എക്സ്ക്ലൂഡ്, അപ്പോൾ ടീച്ചർ പുറത്ത് പോയാൽ ബാക്കി എത്രയാ? റിമൈനിങ് എത്രയാ? 14 ആൾക്കാരാണുള്ളത്. എക്സ്ക്ലൂഡ് ആവറേജ് റെഡ്യൂസ്ഡ് ബൈ 1. സോ ടീച്ചർ എക്സ്ക്ലൂഡ് ചെയ്താൽ ന്യൂ ആവറേജ് എത്രയാണ്? 14 ആണ്. സോ സം ഓഫ് ഏജ് എത്രയാണ്? 14 ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂ ആവറേജ് എന്ന് പറയുന്നത് 14 ആണ്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 196 ആണ്. കാരണം എന്താ? 14 × 14. അപ്പോൾ നിങ്ങളിവിടെ 20 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 14 × 14 196 ആണ്. സോ ആദ്യത്തിൽ ടീച്ചർ ഉണ്ട്, സെക്കൻഡിൽ ടീച്ചർ ഇല്ല. സോ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് നോക്കിയാൽ എത്ര കിട്ടും? 29 ആണ് ടീച്ചറിൻ്റെ വെയിറ്റ് വരിക. ക്ലിയർ? 29 ആണ് ടീച്ചറിൻ്റെ വെയിറ്റ് വരിക. ഇനി നമുക്ക് സിമ്പിളായി നോക്കിയാൽ ആദ്യം ആവറേജ് എത്രയാണ്? 15 ആണ്. ക്ലിയർ? ടീച്ചർ പോകുമ്പോൾ ആദ്യം എല്ലാവരുടെയും ആവറേജ് 15 ആണ്. ഇനി ടീച്ചർ പോകുമ്പോൾ എന്താ? ഓൾറെഡി ഇവിടെയുള്ള 14 ആൾക്കാരിൽ നിന്നും 1 എടുത്തിട്ട് പോയി. അതുകൊണ്ടാണ് എന്താ 1 കുറയുന്നത്. ക്ലിയർ? അതായത് ഇവിടെ 14 പേരിൽ നിന്നും ടീച്ചർ 1 എടുത്തിട്ട് പോയി. സോ ടോട്ടൽ അതുകൊണ്ടാണ് എന്താണ് 14 പേരുടെയും 1 ഡിക്രീസ് ആവുന്നത്. സോ ആ 14 ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 29 ആണെന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്താ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 15 + 14 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 29 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 140. അപ്പോൾ ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 140 ആണ്. ക്ലിയർ? ഇഫ് one of them is excluded, then the average of remaining 4 number become എത്രയാ? 130. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ആണ് പറയുന്നത് 140. ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് 140 ആണ്. ഇഫ് വൺ ഓഫ് ദം ഈസ് എക്സ്ക്ലൂഡ്, അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എക്സ്ക്ലൂഡ് ആയി, അപ്പോൾ ബാക്കി റിമൈനിങ് എത്രയാ? 4 ആൾക്കാരാണുള്ളത്. ദെൻ ദ ആവറേജ് റിമൈനിങ് 4 become എത്രയാ? 130. അപ്പോൾ റിമൈനിങ് 4 ആൾക്കാരുടെ എന്താ ആവറേജ് എന്ന് പറയുന്നത് 130 ആണ്. സോ ഓൾറെഡി നേരത്തെ എത്രയുള്ളത്? 140 ആണുള്ളത്. ന്യൂ ആവറേജ് എന്ന് പറയുന്നത് എത്രയാ? ഓൾറെഡി 140 ആണുള്ളത്. ന്യൂ ആവറേജ് 130 ആണുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ 130 ആകുമ്പോൾ ഡിക്രീസ് ചെയ്ത് എത്രയാണ്? 10 ആണ് ഡിക്രീസ് ചെയ്തത്. അപ്പോൾ ഈ 4 ആൾക്കാരുടെയും 10 ഡിക്രീസ് ആയി. ക്ലിയർ? 4 ആൾക്കാരുടെയും 10 ഡിക്രീസ് ആയി. ടോട്ടൽ എത്രയാ? 40 ആണ് ഡിക്രീസ് ആയത്. അതായത് ടോട്ടലിൽ നിന്ന് 40 ആണ് ഡിക്രീസ് ആയത്. ക്ലിയർ? അതായത് ഇവിടെ പറയുന്നത് ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 140. ഇഫ് വൺ ഓഫ് ദം ഈസ് എക്സ്ക്ലൂഡ്, അപ്പോൾ ഒരാളെ പിടിച്ച് പുറത്താക്കി, എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ? ടോട്ടലിൽ നിന്ന് ഈ 40ഉം അയാൾ കൊണ്ടുപോയി, പോകുന്ന ആൾ. ഓൾറെഡി അയാൾക്ക് 140 ഉണ്ട് ആവറേജ്. അപ്പോൾ ഈ 40യും കൂടെ കൊണ്ടുപോകുമ്പോൾ എന്തായി? ടോട്ടലിൽ നിന്ന് 10 കുറയും. സോ +40 = എത്ര? 180 ആണ് കിട്ടുക. സോ ഇയാളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂഡ് ആകുമ്പോൾ എന്താ? അയാൾ പോകുമ്പോൾ ഓരോ ആൾക്കാരുടെയും 10
10 ടോട്ടൽ 40 കൊണ്ടുപോയി. ഓൾറെഡി എത്രയാണ് ആവറേജ് ഉള്ളത്? 5 പേരുടെയും കൂടുമ്പോൾ 140 ആണ്. പിന്നെ ആ 140 ഉള്ള ഒരാൾ പോകുമ്പോൾ എന്താ 4 പേരുടെയും നിന്നും 10 കൊണ്ടുപോയി. സോ ടോട്ടൽ 180 ആയിരിക്കും അയാൾ പോയ ആളുടെ എന്താ ആവറേജ് എന്ന് പറയാം, പോയ ആളുടെ എന്താ നമ്പർ എന്ന് പറയാം, പോയ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ? 180, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ എന്താ എക്സ്ക്ലൂഡ് ചെയ്താണ്. ഇനി അടുത്ത് നോക്കിയാൽ റോങ്ലി എൻറ്റേഡ്, അതായത് എന്താ നമ്മൾ റോങ് ആയിട്ട് എൻ്റർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ആവറേജ് മാർക്ക് ഓഫ് 40 സ്റ്റുഡൻസ് വാസ് എത്രയാ ഫൗണ്ട് ടു ബി 68. അപ്പോൾ 40 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 68 ആണ്. ക്ലിയർ? 40 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 68 ആണ്. ഇഫ് മാർക്ക് ഓഫ് 2 സ്റ്റുഡൻസ് വെയർ ഇൻകറക്ട്ലി എൻറ്റേഡ് 48 ആൻഡ് 64 instead of 84 and 64 respectively, then what is the correct average? അപ്പോൾ ശരിക്കും എന്താണ് 48 + 64 അത് ഇൻകറക്ട്ലി എൻ്റർ ചെയ്തതാണ്. 44 + 64 ഈക്വൽ ടു എത്രയാണ്? 112 ആണ്. അപ്പോൾ ഇപ്പോൾ എൻ്റർ ചെയ്ത 112 ഇൻകറക്ട്ലി എൻ്റർ ചെയ്തതാണ്. ആക്ച്വലി എത്രയാണ് എൻ്റർ ചെയ്യേണ്ടത്? ആക്ച്വലി എൻ്റർ ചെയ്യേണ്ടത് 84ഉം അതുപോലെ 46ഉം ആണ്. സോ ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 84ഉം 46ഉം 130 ആണ് ആക്ച്വലി എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ എൻ്റർ ചെയ്തത് എത്രയാണ്? 112 ആണ് എൻ്റർ ചെയ്തത്. സോ എത്രയാണ് കുറവുള്ളത് എൻ്റർ ചെയ്തതിൽ നിന്ന്? ഡിഫറൻസ് എത്രയാണ്? 18 ആണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, 130 ആഡ് ചെയ്യേണ്ട പ്ലേസിൽ 112 ആഡ് ചെയ്തു. അപ്പോൾ 18ൻ്റെ കുറവുണ്ട്. ആ 18ൻ്റെ കുറവ് നമ്മൾ നോക്കിയാൽ എത്ര ആൾക്കാരാണുള്ളത്? 18 എത്ര ആൾക്കാരാണുള്ളത്? അപ്പോൾ 18 ആഡ് ചെയ്തു. അതായത് ഇപ്പോൾ എന്താ നമ്മൾ 84ഉം 46ഉം ആഡ് ചെയ്തു. ഓക്കെ, ന്യൂ ആയിട്ടുള്ള വാല്യൂ 84, ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ 84ഉം 46ഉം ആഡ് ചെയ്തു. അപ്പോൾ എന്താ എക്സ്ട്രാ ഒരു 18 കിട്ടിയില്ലേ നമുക്ക്? ആ എക്സ്ട്രാ 18 കിട്ടിയത് 40 ആൾക്കാർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ന്യൂ വാല്യൂ എന്ന് പറയുന്നത് ഇത് എന്താ ഡിവൈഡ് ചെയ്താൽ 18/4 എത്രയാണ്? 18/4 5 0.45 ആണ് 18/40 വരിക. ക്ലിയർ? 0.45. സോ ഇത്രയാണ് ഓരോ ആൾക്കാർക്കും ഇൻക്രീസ് ആവുന്നത്. ഓൾറെഡി ഉള്ള ആവറേജ് 68 ആണ്. അപ്പോൾ പുതിയത് 18 വന്നു. 18 എത്രയാ? 40 ആൾക്കാർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ അപ്പോൾ എത്രയാണ്? 0.4 ഇൻക്രീസ് ആയി. സോ 68.45 ആണ് പുതിയ ആവറേജ് എന്ന് പറയാം. 68.45 ആണ് ന്യൂ ആവറേജ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് 10 2-digit നമ്പർ. അപ്പോൾ 10 2-digit നമ്പർ ആണ്. വൈൽ കോപ്പിങ് നമ്പർ ബൈ മിസ്റ്റേക്ക് ഹി റൈറ്റ് 1 നമ്പർ വിത്ത് ഡിജിറ്റ് ഇൻ്റർചേഞ്ച്. ഓക്കെ, അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ എന്താ നമ്പർ ഇൻ്റർചേഞ്ച് ആയിട്ട് ഡിഫറൻസ് വന്നു. ആസ് എ റിസൾട്ട് ഹിസ് ആൻസർ ഈസ് 2.7 ലെസ് ദാൻ ദ കറക്റ്റ് ആൻസർ. ദ ഡിഫറൻസ് ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഇൻ വിച്ച് ഹി മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്പറിൻ്റെ ഡിജിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ നമ്പർ. അപ്പോൾ ആ ഡിജിറ്റിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 2-digit നമ്പർ 21 എന്ന് എഴുതിയാൽ ഇതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 × 10 + 1 അല്ലേ? 2 × 10 + 1 ആണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ അപ്പോൾ അതുപോലെ നമ്മളൊരു XY എന്നുള്ളൊരു നമ്പർ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് 10x അല്ലെങ്കിൽ x × 10. ഓക്കെ, നമ്മളിത് ഇവിടെ ചെയ്ത പോലെ x × 10 + y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ? ഈക്വൽ ടു എന്താണ്? 10x + y ആണ്. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നേരെ ഇതിനെ നമ്മൾ തിരിച്ചിട്ടു yx കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? 10y + x. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പറും കിട്ടി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? xy മൈനസ്, അതായത് ഒറിജിനൽ നമ്പർ xy പിന്നെ അതിനെ തിരിച്ചിട്ട നമ്പർ yx എന്ന് പറയുന്ന നമ്പർ. അതായത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ 21 തിരിച്ചിട്ടാൽ 12. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിവിടെ നോക്കിയാൽ 10x, അതായത് ഇത് രണ്ടും മൈനസ് ചെയ്യുക, രണ്ട് ഇക്വേഷനും തമ്മിൽ മൈനസ് ചെയ്യുക. സോ 10x - x 9x പ്ലസ് എന്താ y - 10y. സോ -y ആണ് കിട്ടുക, -9y. സോ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ 9 × x - y ആണ് നമുക്കിവിടെ കിട്ടുക. ക്ലിയർ? 9 × x - y ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? എ സ്റ്റുഡൻറ്റ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് 10 finds average of 10 2-digit numbers while copying
നമ്പർ ബൈ മിസ്റ്റേക്ക് ഹി റൈറ്റ് വൺ നമ്പർ വിച്ച് ഇറ്റ്സ് ഡിജിറ്റ് ഇൻ്റർചേഞ്ച്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തു. എന്നിട്ട് അപ്പോൾ എന്താണ് ആൻസർ ഈസ് 2.7 ലെസ്. അപ്പോൾ 2.7 കുറവാണ്. 10 നമ്പേഴ്സിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 2.7 കുറവാണ്, ലെസ് ദാൻ ആണ്. സോ ടോട്ടൽ ഒരാളുടെ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് 2.7 കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 നമ്പേഴ്സിൻ്റെയും 2.7 കുറവാണ് അല്ലേ? നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ ആവറേജ് എന്ന് പറയാം. അപ്പോൾ ഒരു ആവറേജ് നിന്ന് 2.7 കുറവാണെന്ന് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് ഓരോ ആൾക്കാരുടെയും 2.7 കുറവാണ്. സോ ടോട്ടൽ ആകുമ്പോൾ 2.7 ഇൻറ്റു 10 ഈക്വൽ ടു എന്താണ് 27 ആണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ് ഡിഫറൻസ് വരുന്നത്. ക്ലിയർ? അത് മനസ്സിലായോ? അതായത് ഈ രണ്ട് നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താ 2.7 ആവറേജ് നിന്ന് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ 10 നമ്പേഴ്സിൻ്റെ ആവറേജ് 10 നമ്പേഴ്സിൽ നിന്ന് നമുക്ക് എത്രയാണ് കുറയുക? 2.7 ആണ് കുറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടലിന് എത്രയാണ് കുറയുക? 2.7 ഇൻറ്റു 10 ദാറ്റ് ഈസ് 27 ആണ് ടോട്ടലായിട്ട് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഡിഫറൻസ് രണ്ട് വാല്യൂവിൻ്റെയും ഡിഫറൻസ് എന്ന് പറയാം. നമ്മൾ ഡിഫറൻസ് ഇവിടെ കണ്ടല്ലോ. എന്താ രണ്ട് വാല്യൂവിൻ്റെ ഡിഫറൻസ്? എന്താ 9 ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ രണ്ട് വാല്യൂവിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 27 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സ് മൈനസ് വൈ എന്താ? ആ രണ്ട് ഡിജിറ്റ് അല്ലേ? അതായത് ഇപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്പർ. അപ്പോൾ എക്സ് അതിൽ ഒരു ഡിജിറ്റാണ്, വൈ അതിൽ ഒരു ഡിജിറ്റാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയേ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 27/9 ആയിരിക്കും. ഈക്വൽ ടു നമുക്ക് 3 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആ ഡിജിറ്റിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഒരുപാട് പ്രോബ്ലത്തിൽ വരുന്നതാണ്. എന്താണ് 2 ഡിജിറ്റിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താണ് ആ 2 ഡിജിറ്റിൻ്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ആയിരിക്കും. 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 3 ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇൻ ആൻ എക്സാമിനേഷൻ ദ ആവറേജ് മാർക്ക് വാസ് ഫൗണ്ട് ടു ബി 50. സോ എത്ര ആഫ്റ്റർ റിഡ്യൂസിങ് കമ്പ്യൂട്ടേഷൻ എറർ ദ മാർക്ക് ഓഫ് 100 കാൻഡിഡേറ്റ് ഹാഡ് ടു ബി ചേഞ്ച് ഫ്രം എത്രയാ 90 to 60 each and the average come down to 45. The total number of candidate who took the examination. അപ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ എന്താ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു n ആണ് ടോട്ടൽ നമ്പർ. അങ്ങനെ ആണെങ്കിൽ ഓൾറെഡി ഉള്ളത് ആവറേജ് എത്രയാണ്? 50. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ സം കിട്ടിയോ? n ആൾക്കാരുണ്ട്, അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സം കിട്ടി. ടോട്ടൽ മാർക്ക് എല്ലാ n ആൾക്കാരുടെയും ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടി. ഇനി പറയുന്നത് ആഫ്റ്റർ റെഡ്യൂസിങ് എന്താണ് കമ്പ്യൂട്ടേഷൻ എറർ ദ മാർക്ക് ഓഫ് 100 കാൻഡിഡേറ്റ് ഹാഡ് ടു ബി ചേഞ്ച്ഡ് ഫ്രം 90 to 60. അപ്പോൾ 90 നിന്ന് 60 ആയിട്ട് 60ലേക്ക് കുറഞ്ഞു കമ്പ്യൂട്ടേഷൻ എറർ. അപ്പോൾ എത്ര ഡിക്രീസ് ചെയ്തേ? ഈ 100 ആൾക്കാരുടെയും ഇവിടെ നോക്കിയാൽ 90 മൈനസ് 60 100 ആൾക്കാരുടെയും 30 വീതം എന്താ കുറഞ്ഞു. സോ ഈ 100 ആൾക്കാരുടെയും 30 കുറഞ്ഞാൽ എത്രയാണ്? 100 ഇൻറ്റു 30 3000 ആണ് ടോട്ടലിൽ നിന്ന് കുറവ് വരുന്നത്. ഓക്കെ, ടോട്ടലിൽ നിന്ന് കുറവ് വരുന്നത് എത്രയാണ്? 100 ആൾക്കാരുടെയും 30 കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ 3000 കുറവ് വന്നു. ക്ലിയർ? ഇനി അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? n ഇൻറ്റു 50 ചെയ്താൽ ടോട്ടൽ മാർക്ക് കിട്ടി. n ഇൻറ്റു 50 ചെയ്താൽ എല്ലാവരുടെയും മാർക്ക് കൂടുന്നത് കിട്ടി. എന്നിട്ട് നമ്മൾ 30 ആൾക്കാരുടെ എന്തായി? 100 ആൾക്കാരുടെ എന്തായി? 30 കുറഞ്ഞു. അപ്പോൾ കുറഞ്ഞ മാർക്ക് നമ്മൾ ഈ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ? പുതിയ ടോട്ടൽ കിട്ടി, ന്യൂ ടോട്ടൽ കിട്ടി. ഡിവൈഡ് ബൈ എന്താ? നമ്പർ ചെയ്താൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ചെയ്താൽ ന്യൂ ആവറേജ് കിട്ടി. ന്യൂ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിവിടെ തന്നു 45 ആണ്. ക്ലിയർ? ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 50n മൈനസ് 3000 ഈക്വൽ ടു 45n. സോ ഇവിടുന്ന് നമ്മൾ എന്താ റൈറ്റ് സൈഡിൽ, അതായത് 45n എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ നമുക്ക് എന്താ 5n ഈക്വൽ ടു 3000 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n എന്താണ്? n ഈക്വൽ ടു 3000/5 600. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് എത്രയാണ്? 600 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെന്താ ഇൻകറക്റ്റ്ലി എൻറ്റേഡ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ നോക്കിയാൽ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് മാർക്ക് ഓഫ് എത്രയാണ്? 100 സ്റ്റുഡൻസ് ആർ ഗിവൺ ടു ബി എത്രയാണ്? 40. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നു.
ഈക്വൽ ടു എന്താണ് ടോട്ടൽ 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 മാർക്ക് നമുക്കറിയില്ല, ടോട്ടൽ മാർക്ക് നമുക്കറിയില്ല, പക്ഷേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100 സ്റ്റുഡൻസ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ. ആവറേജ് മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് ആർ ഗിവൺ ബൈ എത്രയാ 40 ആണ് തന്നു. ഇറ്റ് വാസ് ഫൗണ്ട് ലേറ്റർ ടു ബി എന്താ 1 സ്റ്റുഡൻറ്റ് വെർ 53 വിച്ച് വെർ മിസ്റീഡ് ആസ് 83. സോ ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ മാർക്ക് എന്താണ്? 40 × 100 ദാറ്റ് ഈസ് എന്താണ് 4000 ആണ് ടോട്ടൽ മാർക്ക് കിട്ടുക. പക്ഷേ ഇവിടെ എന്താ നമുക്കിവിടെ കിട്ടിയത് എന്താ 83 ആണ്, ബട്ട് എന്താ മിസ്റീഡ് ചെയ്താണ് 83. പക്ഷേ ആക്ച്വലായിട്ട് എന്താണ് ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്? ഇതാണ് ആക്ച്വൽ വാല്യൂ എന്താണ് 53 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് ഡിഫറൻസ് കിട്ടുന്നത്? 30ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, 30യുടെ ഡിഫറൻസ് ആണുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നോക്കിയേ. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 30ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്കിതാ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ മാർക്കിന്ന് ഡിഫറൻസ്, അപ്പോൾ 3970 ആയിരിക്കും ഇപ്പോൾ ടോട്ടൽ മാർക്ക്. കാരണം എന്ത് ചെയ്തു? നമ്മൾ 30ൻ്റെ ഡിഫറൻസ് വന്നു, വലിയ വാല്യൂ ആണ് ആഡ് ചെയ്ത്. പക്ഷേ ആക്ച്വലി എത്രയാണ്? ആക്ച്വലി ഉള്ളത് എത്രയാണ്? 53 ആണ്. 30 കുറവുള്ള വാല്യൂ ആണ്. സോ ടോട്ടൽ സമ്മിന്ന് എന്താണ് നമ്മൾ 30 കുറച്ചു, 3970 കിട്ടി. ഡിവൈഡ് ബൈ നമ്മൾ 100 ചെയ്താൽ എന്ത് കിട്ടും? 39.70. അപ്പോൾ ഇതാണ് എന്താ കറക്റ്റ് മീൻ 39.70. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ് ഡിഫറൻസ് ആക്ച്വലി 53 ആണ് വേണ്ടത്, പക്ഷേ 83 ആണ് ചെയ്തത്. സോ ഡിഫറൻസ് എത്രയാണ്? 30 ആണ്. എത്ര ആൾക്കാർ അപ്പോൾ ഉണ്ട് ടോട്ടലായിട്ട്? ടോട്ടൽ 100 ആൾക്കാരുണ്ട്. സോ 100 ഡിവൈഡ് ബൈ 100 ചെയ്താൽ 0.30 ലെസ് ആയിരിക്കും. ഓൾറെഡി ഉള്ള ആവറേജിൽ നിന്ന് 0.30 ലെസ്. ഓൾറെഡി ഉള്ള ആവറേജ് എത്രയാണ്? ഓൾറെഡി നമുക്കുള്ളത് എത്രയാണ്? ഇവിടെ നോക്കിയാൽ എത്രയാണ്? 40 ആണ്. 40ൽ നിന്ന് 0.3 മൈനസ് ചെയ്താൽ 39.7 ആണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇനി നമുക്ക് ആവറേജ് പ്രോബ്ലം, ക്രിക്കറ്റിൽ ആവറേജിൻ്റെ പ്രോബ്ലം എങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആവറേജ് റൺ ഓഫ് എ പ്ലെയർ ഈസ് 32 ഔട്ട് ഓഫ് 10 innings. How many runs must he made in the next innings so has to increase his average 6 run? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റിലെ പ്രോബ്ലം ആണ്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഉള്ള ആവറേജ് എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, ഇനി ഹൗ മെനി റൺസ് മസ്റ്റ് ഹി മെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇന്നിങ്സ്. സോ എത്രയാണ്? അപ്പോൾ അടുത്ത ഇപ്പോൾ എത്ര ഇന്നിങ്സ് ആണ്? 10 ഇന്നിങ്സിലും കൂടിയിട്ട് അയാൾക്ക് 32 ആണുള്ളത്. അപ്പോൾ അടുത്ത ഇന്നിങ്സിലോ 11th എത്ര വരണം? ആവറേജ് ഇത് കൂട്ടുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 38 ആവണം. ക്ലിയർ? ആവറേജ് എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ മെത്തേഡിൽ കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ എങ്ങനെയാണ്? 10 ഇന്നിങ്സിൻ്റെ 10 × 30 ആവറേജ് 32 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 320 ആണ് ടോട്ടൽ. ഇനി 11th ആകുമ്പോൾ ആവറേജ് 38 ആണ്. സോ 38 × 11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 418 കിട്ടും. ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ 11ൻ്റെയും സമ്മ് കിട്ടി, 10ൻ്റെയും സമ്മ് കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 98 ആണ് ഡിഫറൻസ് കിട്ടുക. ഓക്കെ, 98 ആണ് ഡിഫറൻസ് കിട്ടുക. അപ്പോൾ അടുത്ത മാച്ചിൽ അയാൾ 98 സ്കോർ ചെയ്യണം. ക്ലിയർ? 98 ആണ് സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് സിമ്പിളാണ്. എത്രയാണ്? 6 ആണ് ഇൻക്രീസ് ആയത്. 6 ഇൻക്രീസ് ആണെങ്കിൽ എന്താ 6 മാച്ചിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എത്രയാണ് ഇൻക്രീസ് ഉള്ളത്? എത്രയാണ് ആവറേജ് ഉള്ളത്? ആവറേജ് ഉള്ളത് 32 ആണ് ആവറേജ് ഉള്ളത്. അപ്പോൾ അടുത്തത് 11 മാച്ചിൻ്റെ ആവറേജും 6 ഇൻക്രീസ് ആണ്. അപ്പോൾ ടോട്ടൽ 66 ഇൻക്രീസ് ആണ്. സോ ഇതിൻ്റെ കൂടെ 66 ആഡ് ചെയ്താൽ നമുക്ക് 98 ആണ് ആവറേജ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റായി കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബേസിക് മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, ഏത് നിങ്ങൾക്ക് പറ്റുന്ന മെത്തേഡ് നിങ്ങൾ ചെയ്യാം. അടുത്ത് നോക്കിയാൽ എ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഹാഡ് എ സെർട്ടൻ ആവറേജ് ഓഫ് റൺ ഫ്രം എത്രയാണ്? 11 ഇന്നിങ്സ്. ഇൻ ദ 12th innings he made a score of 90 runs. After that his average run is decreased by 5. Find his എന്താ ആവറേജ് ഓഫ് ദ റൺ ആഫ്റ്റർ 12th innings. സോ ഇവിടെ പറയുന്നത് ഓൾറെഡി എത്ര ഇന്നിങ്സ് ആണ്? 11 ഇന്നിങ്സിൻ്റെ ആവറേജ് നമുക്ക് എക്സ് ആണെന്ന് എടുക്കാം. അപ്പോൾ ഇൻറ്റു എക്സ് ചെയ്യാം. 11 ഇന്നിങ്സിൻ്റെ ആവറേജ് എക്സ് ആണ്. സോ ടോട്ടൽ നമുക്ക് കിട്ടി 11x ആണെന്ന് ടോട്ടൽ കിട്ടി. അപ്പോൾ ഈ 11xൻ്റെ കൂടെ ഒരു 90 ആഡ് ചെയ്തു. 12th 90 ആണ് സ്കോർ ചെയ്തത്.
90 ആഡ് ചെയ്തു. സോ ഡിവൈഡ് ബൈ എത്രയാണ് 12. ക്ലിയർ? 11x സം, അതായത് 11 ഇന്നിങ്സിൻ്റെ സം എന്ന് പറയുന്നത് 11x ആണ്. പ്ലസ് 90 കൂടെ ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ എന്താ ഓൾറെഡി ഉള്ളത് 12 ചെയ്തു. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുതിയ ആവറേജ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആവറേജ് എത്രയാണ്? ഓൾറെഡി ആവറേജ് ഇതാണ് ആവറേജ്, നമ്മൾ ഓൾറെഡി ഉള്ള ആവറേജ് എക്സ് ആണ്. ആ ആവറേജിൽ നിന്ന് 5 ഡിക്രീസ് ആവുമെന്നാണ് പറയുന്നത്. സോ ആവറേജ് റൺ ഈസ് ഡിക്രീസ്ഡ് ബൈ 5 എന്ന് പറഞ്ഞു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി 11x പ്ലസ് 90 ഈക്വൽ ടു എന്താ? 12x മൈനസ് 60. ഓക്കെ, 5 ഇൻറ്റു 12 60 വരും. ഇനി ഇവിടുന്ന് നമ്മൾ എക്സ് ഫൈൻഡ് ചെയ്യാമല്ലോ. എന്താ? ഈ 11 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ? എക്സ് ഈക്വൽ ടു 150 ആണെന്ന് വരും. അപ്പോൾ ആവറേജ് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ഹിസ് ആവറേജ് റൺ ആഫ്റ്റർ 12th ആണ്. അപ്പോൾ ആഫ്റ്റർ 12th എന്താ പറഞ്ഞത്? ഓൾറെഡി ഉള്ള എക്സിൽ നിന്ന് 5 ഡിക്രീസ് ആവുമെന്ന് പറഞ്ഞു. സോ 150 നിന്ന് 5 ഡിക്രീസ് ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 145. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? പിന്നെ നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാം. എന്താണ്? എത്രയാണ്? 90 റൺസ് സ്കോർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ ടോട്ടൽ എല്ലാത്തിനും 11 ഇന്നിങ്സിൻ്റെയും എത്ര? 5 ഡിക്രീസ് ആയി. 11 ഇന്നിങ്സിൻ്റെയും 5 ഡിക്രീസ് ആകുമ്പോൾ എത്ര? 55 ആണ് ടോട്ടലായി ഇതിൽ എക്സ്ട്രാ വേണ്ടത്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ 190, 145 കിട്ടും. സോ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആവറേജ് ഓഫ് 64 ഇന്നിങ്സ് ഓഫ് എ പ്ലെയർ ഈസ് 62. ഓക്കെ, അതായത് 64 ഇന്നിങ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 62 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? 64 ഇൻറ്റു 62 ആണ്. അപ്പോൾ ഇവിടെ എഴുതാം 64 ഇൻറ്റു 62 ആണ് ടോട്ടൽ ആവറേജ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം സ്കോർ ഈസ് 180 ആണ്. സോ ഇഫ് ദ 2 ഇന്നിങ്സ് ആർ എക്സ്ക്ലൂഡ്, അപ്പോൾ ഈ ഹയസ്റ്റും ലോവസ്റ്റും മാക്സിമം മിനിമം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് ഓഫ് റിമൈനിങ് ഇന്നിങ്സ് ഈസ് എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഹയസ്റ്റും ലോവസ്റ്റും മൈനസ് ചെയ്തു. സോ റിമൈനിങ്ങിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണെന്ന് പറഞ്ഞു. സോ 60 ഇൻറ്റു റിമൈനിങ് എത്രയാണ്? 62. മാച്ചിലുള്ള 62 ഇന്നിങ്സ് ആണുള്ളത്. സോ ഇതാണ് കിട്ടുക. സോ ഇത് നമ്മൾ ചെയ്താൽ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3968 മൈനസ് ഇത് അങ്ങോട്ട് പോയി 60 ഇൻറ്റു 62 എന്ത് കിട്ടും? 3720 എന്ന് പറയുന്നതാണ്. ഈ രണ്ട് വാല്യൂ ഇങ്ങോട്ട് പോയാൽ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് എന്ന് കിട്ടും. സോ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഇത് ചെയ്യുമ്പോൾ 248 ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഹയസ്റ്റ് മൈനസ് ദ മാക്സിമം ആൻഡ് മിനിമത്തിൻ്റെയും ഡിഫറൻസ്, അതായത് ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് 180 ആണ്. ക്ലിയർ? 180 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? 2h നമ്മളിവിടെ ആഡ് ചെയ്യുന്നു ഇത് രണ്ടും. അപ്പോൾ 2h എന്ന് പറയുന്നത് എന്തായിരിക്കും? 428 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇവിടെ നമുക്ക് എച്ചിൻ്റെ വാല്യൂ, ഹയസ്റ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഹയസ്റ്റ് എന്ന് പറയുന്നത് 214 ആണ്. ക്ലിയർ? 2h ഈക്വൽ ടു 428. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 214 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇവിടെ ചോദിച്ചെന്താ? മാക്സിമം സ്കോർ ആണ് ചോദിച്ചത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത നോക്കിയാൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആവറേജ് സ്കോർ ഓഫ് ബാറ്റ്സ്മാൻ ആഫ്റ്റർ 50th ഇന്നിങ്സ് വാസ് എത്രയാ? 46.4. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 46.4 ആണ്. എന്ന് പറയുന്നത് എന്താണ്? സം ബൈ നമ്പർ അല്ലേ? നമ്പറാണ്. സോ ഇവിടെ സമ്മ് നമുക്കറിയില്ല, പക്ഷേ എത്ര മാച്ച് ഉണ്ട്? 50 ഇന്നിങ്സ് ആണ്. സോ 50 കിട്ടും. ക്ലിയർ? ഇനി അപ്പോൾ സം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് സം എന്ന് പറയുന്നത് സം ഈക്വൽ ടു 50 ഇൻറ്റു 46.4. സോ 46.4 ഇൻറ്റു 50 ചെയ്യാൻ എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് എന്താ 2 0 ഇട്ട് കൊടുക്കുക. സോ എന്താ 2320. ക്ലിയർ? ഇതാണ് നമുക്ക് സമ്മ് കിട്ടുക. ഇനി പുതിയ സമ്മ് എന്താ പറയുന്നത്? ആഫ്റ്റർ 60th ഇന്നിങ്സ്. ഇപ്പോൾ 16th ഇന്നിങ്സ് കഴിയുമ്പോൾ ന്യൂ സമ്മ് എന്താണ്? 60 ഇൻറ്റു ഹിസ് ആവറേജ് സ്കോർ ഇൻക്രീസ്ഡ് ബൈ 2.6. അപ്പോൾ ആവറേജ് സ്കോർ 2.6 ഇൻക്രീസ് ആയി. ഓൾറെഡി എത്രയാണ് ആവറേജ് ഉള്ളത്? 46.4 ആണുള്ളത്. അതിൻ്റെ കൂടെ 2.6 ഇൻക്രീസ് ആയി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്താ ന്യൂ സമ്മ് കിട്ടി. സോ 60 ഇൻറ്റു എത്രയാണ്? 49 അല്ലേ കിട്ടുക? 49. 60 ഇൻറ്റു 49 ചെയ്താൽ 6 ഇൻറ്റു 49 ചെയ്താൽ 294 കിട്ടും. സോ 6 ഇൻറ്റു 0 ഒരു 0 കൂടെ. സോ 2940 കിട്ടും. അപ്പോൾ ഇതാണ് ന്യൂ ആവറേജ്. ഇനി ചോദിക്കുന്നത് എന്താ? വാട്ട് വാസ് ഹിസ് ആവറേജ് സ്കോർ ഇൻ ദ ലാസ്റ്റ് 10 ഇന്നിങ്സ്. അപ്പോൾ 10 ഇന്നിങ്സിലെ ആവറേജ് സ്കോറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇതാണ് ആദ്യത്തെ 50-ൽ, ബാക്കിയുള്ളതാണ് ആദ്യത്തെ 60 ഉള്ളത്. സോ 60 നിന്ന് 50 മൈനസ് ചെയ്താൽ ലാസ്റ്റ് 10 മാച്ചിലുള്ള
സ്കോർ കിട്ടും. എത്ര കിട്ടും? 620 ആണ് ലാസ്റ്റ് 10 മാച്ചിലുള്ള സ്കോർ. സോ 620 ആണ് ടോട്ടൽ ലാസ്റ്റ് 10 മാച്ചിലുള്ളത്. ഡിവൈഡ് ബൈ 10 ചെയ്താൽ ആ ലാസ്റ്റ് 10 മാച്ചിലുള്ള ആവറേജ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 62. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ്. 62 ആണ് കറക്റ്റ്. സോ നമുക്ക് അപ്പോൾ ക്രിക്കറ്റിൻ്റെ മാച്ച് ഇങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ ലാസ്റ്റത്തെ ഏരിയ ആണ്. എന്താണ്? ആവറേജ്, ഏജുള്ള ആവറേജ് ആണ്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നോക്കിയാൽ അപ്പോൾ ഏജിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ 6 years ago ദ ആവറേജ് ഏജ് ഓഫ് എത്രയാണ്? ABCD. ഇപ്പോൾ 6 years ago ആണ് ഈ 4 ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് 45 ആണ്. സോ എങ്ങനെയാണ് ആവറേജ് ഏജ് ഓഫ്, അതായത് A+B+C+D എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എന്താണ്? 45 ആണ്. ക്ലിയർ? ഇനി വെൻ എക്സ് ഈസ് ആഡഡ് ആൻഡ് ദെൻ ദ ആവറേജ് ഓഫ് 5 all 5. അപ്പോൾ എക്സ് ഇതിൻ്റെ കൂടെ ഇതുവരെ എന്താ ABCD ആണുള്ളത്. ഇനി എക്സും കൂടെ ആഡ് ചെയ്തു. എക്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ? പുതിയ ആവറേജ് എന്ന് പറയുന്നത് 49 ആയിരിക്കും. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് എക്സ്? അപ്പോൾ എക്സിൻ്റെ പ്രസൻറ്റ് ഏജ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം എന്താ? A+B+C+D എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 × 4. 45 × 4 എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 5 years ago. അപ്പോൾ 5 years ago ആണ് പറയുന്നത്. ഇത് 5 years ago ആണ് ആവറേജ് 45 ആയത്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ഇവരുടെ ആവറേജ് എത്രയായിരിക്കും? പ്രസൻ്റ്ലി ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത്, അതായത് ഇതാണ് ഇപ്പോഴത്തെ ആവറേജ്. ഇത് 5 years മുന്നേ ആണ്. 5 years ഇപ്പോൾ പ്രസൻ്റ്ലി ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇയർ എല്ലാത്തുനിന്നും എത്രയാണ്? 5 ഇൻക്രീസ് ചെയ്തു. സോ ആവറേജ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്താ? നമ്മളെല്ലാ നമ്പറിൽ നിന്നും സെയിം വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ആവറേജിലും സെയിം വാല്യൂ ഇൻക്രീസ് ആവും. സോ ഇവിടെ 45 നിന്നും എന്താണ്? 5 ഇൻക്രീസ് ആയിട്ട് പുതിയ ആവറേജ് എന്ന് പറയുന്നത് 50 ആയി. സോ പുതിയത് ഇപ്പോഴത്തെ ഇവരുടെ സം എത്രയായി? A+B+C+D എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 × 50 ദാറ്റ് ഈസ് 200 ആണ് പുതിയ ഇവരുടെ ഏജിൻ്റെ സമ്മം. ഇനി ഇതിൻ്റെ പുതിയ ആളും കൂടെ ഇൻക്ലൂഡ് ചെയ്തു, അതായത് A+B+C+D+ ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് എക്സ് ഇൻക്ലൂഡ് ചെയ്തു. സോ ഡിവൈഡ് ബൈ 5 ചെയ്താൽ ആവറേജ് എത്രയാണെന്ന് പറയുന്നത് 49 ആയി. സോ ഇവരുടെ ടോട്ടൽ, അതായത് A+B+C+D+X കൂടെ വന്നു. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എത്രയാണ്? 49 × 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 245. സോ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ എക്സിൻ്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സിൻ്റെ ഫൈൻഡ് ചെയ്യാൻ എന്താ? ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അതായത് എക്സ് ആണ് എക്സ്ട്രാ വന്നത്. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 45 ആണെന്ന് കിട്ടും. ക്ലിയർ? എക്സിൻ്റെ വാല്യൂ എന്താണ്? 45 ആണ്. ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫാണ് ആവറേജ് ഏജ്. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ആവറേജ് ഏജ് എത്രയാണ്? H+W. ഹസ്ബൻഡ് വൈഫ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന ആവറേജ് എത്രയാണ്? 27. അപ്പം അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും എത്രയാണ് ഏജ് എന്ന് പറയുന്നത്? എത്രയായിരിക്കും? 27 × 2 അല്ലേ? 54 ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? ഇനി പറയുന്നു എന്താ? ഇവിടെ പറയുന്നു ആവറേജ് ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് വാസ് 27 വെൻ ചൈൽഡ് വാസ് ബോൺ. അപ്പോൾ ചൈൽഡ് ജനിക്കുമ്പോൾ എന്താണ്? ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ എന്താ? ഇവരുടെ രണ്ടുപേരുടെ ആവറേജ് മാത്രമാണ് പറയുന്നത്, ചൈൽഡിൻ്റെ കൂട്ടിയില്ല. സോ എന്താണ്? രണ്ടുപേരുടെ ആവറേജ് ആയതുകൊണ്ട് നമ്മൾ H+W ഡിവൈഡ് ബൈ 2 = 27 ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് പ്ലസ് വൈഫ് എന്ന് പറഞ്ഞാൽ 54 ആണ്. ആ സമയത്ത് ചൈൽഡിന് എത്രയാണ് ഏജ്? 0 ആണ്. ക്ലിയർ? ഇനി ദ ആവറേജ് ഏജ് ഓഫ് ഹസ്ബൻഡ് വൈഫ് ആൻഡ് ന്യൂ ബോൺ ചൈൽഡ് ഈസ് 21. അതായത് ഹസ്ബൻഡ് പ്ലസ് വൈഫ് പ്ലസ് ന്യൂ ബോൺ ചൈൽഡ് സി ഡിവൈഡ് ബൈ എന്താണ് 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 21 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവരുടെ സം എന്ന് പറഞ്ഞാൽ എന്താ? H+W+C = എന്ത് കിട്ടും? × 3 63 ആണെന്ന് കിട്ടും. ക്ലിയർ? 63 ആണ് ഇവരുടെ സമ്മ. ഇനി ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ ചൈൽഡ് ഈസ്. അപ്പോൾ ഇവരുടെ പ്രസൻറ്റ് ഏജ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? H+W+C = 63 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? സി കണ്ടുപിടിക്കാൻ ഇത് മൈനസ് ചെയ്താൽ മതിയോ? പോരാ. കാരണം എന്താ? ഈ H+W ഈ H+W സെയിം അല്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്ര ഇയേഴ്സ് കൂടി? എത്രയാ? നൗ ആണ്. X ഇയേഴ്സ് കൂടി. ഓക്കെ, അതായത് ചൈൽഡ് ബോൺ ചെയ്യുന്ന ടൈമിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചൈൽഡിന് എക്സ് ഏജ് ആയെന്ന് വിചാരിക്കാം. അതായത് എക്സ് വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ എച്ച്, ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്ത വയസ്സാണ് എന്താ? ഈ എച്ച് എന്ന് പറയുന്നത്.
പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, വൈഫിൻ്റെ ഏജിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്തു. അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇയേഴ്സ് ആണ്, എക്സ് ഇയേഴ്സ് ആഡ് ചെയ്തു. സോ ഡബ്ല്യു പ്ലസ് എക്സ് ആണ് വൈഫിൻ്റെ പ്രസൻറ്റ് ഏജ്. അപ്പോൾ ചൈൽഡിൻ്റെ ഏജ് എന്തായിരിക്കും, അതായത് ഇനിഷ്യലി 0 ആണ്, അവിടുന്ന് എക്സ് വർഷം കഴിയുമ്പോൾ ചൈൽഡിൻ്റെ ഏജ് എന്തായിരിക്കും, എക്സ് ആയിരിക്കും, ഈക്വൽ ടു 63. അപ്പോൾ ഇതാണ് ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കിയേ, എച്ച് പ്ലസ് ഡബ്ല്യു പ്ലസ് 3x ഈക്വൽ ടു 63. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി എച്ച് പ്ലസ് ഡബ്ല്യു, ഇപ്പോൾ നമുക്കിതാ ഈ എച്ച് പ്ലസ് ഡബ്ല്യു നോക്കാം, അത് ഈ വാല്യൂ കൊടുക്കാം. കാരണം ഇത് നമ്മൾ ഇപ്പോൾ എച്ച് പ്ലസ് ഡബ്ല്യു നമ്മൾ ബേസ് ആയിട്ട് എടുത്തത് ഓൾറെഡി ഉള്ള പഴയ വാല്യൂ ആണ്. സോ അതെന്താ 54 എന്ന് കിട്ടും, പ്ലസ് 3x ഈക്വൽ ടു എന്ത് കിട്ടും, 63. അപ്പോൾ ഇവിടുന്ന് 3x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 9 ആണെന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു നമുക്ക് 3 ആണെന്ന് കിട്ടും. സോ ഇവിടെ ചോദിച്ചെന്താ, ദ പ്രസൻറ്റ് ഏജ് ഓഫ് ചൈൽഡ് ഈസ്, ചൈൽഡിൻ്റെ പ്രസൻറ്റേജ് ആണ് എന്താണ്, 3 ആണ്. ക്ലിയർ? എക്സ് അല്ലേ ചൈൽഡിൻ്റെ പ്രസൻറ്റേജ്, സോ 3 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 3 years ആണ് കിട്ടുക. നെക്സ്റ്റ്, ആവറേജ് ഏജ് ഓഫ് എ ആൻഡ് ബി ഈസ് 20 years. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 years ആണ്. സോ നമുക്കിവിടെ കിട്ടുന്നത് എ പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു എന്താ, 20 years. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, 40 ആണ്. ഇഫ് എ ഈസ് റീപ്ലേസ്ഡ് ബൈ ബി, സി, എ എന്ന് പറയുന്നത് സി ആയിട്ട് റീപ്ലേസ് ചെയ്തു. സോ സി പ്ലസ് അടുത്തേതാണ് ബി. ദെൻ ആവറേജ് വുഡ് ബി 19. അപ്പോൾ ആവറേജ് 19 ആണ്. രണ്ടാൾക്കാരുടെ ആവറേജ് 19 ആകുമ്പോൾ ടോട്ടൽ എത്രയാണ്, 19 × 2 ദാറ്റ് ഈസ് 38 ആണ്. സോ സി പ്ലസ് ബി എന്ന് പറയുന്നത് 38 ആണ്. ക്ലിയർ? ഇനി ദ ആവറേജ് ഏജ് ഓഫ് സി ആൻഡ് എ, സി പ്ലസ് എ ആവറേജ് എന്ന് പറയുന്നത് 21 ആണ്. സോ സം എന്താ, രണ്ടുപേരുടെയും സം എന്ന് പറയുന്നത് ഇൻറ്റു 2. സോ 42 ആണ് സി പ്ലസ് എ എന്ന് പറയുന്നത്, 42 ആണ് സി പ്ലസ് എ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താ പറയുന്നത്, ദ ഏജ് ഓഫ് എ ബി സി ഇൻ ഓർഡർ. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും 3 പേരുടെയും ഏജാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ടത്, ആ ഓർഡറിൽ തന്നെ ഫൈൻഡ് ചെയ്യണം. സോ സിമ്പിളാണ്. എന്താ, നമ്മളിവിടെ നോക്കിയാൽ എ പ്ലസ് ബി, സി പ്ലസ് ബി, സി പ്ലസ് എ. അപ്പോൾ ഇത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇതൊക്കെ ടോട്ടൽ ആഡ് ചെയ്യുന്നു. സോ എന്താ, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി, സി പ്ലസ് എ അല്ലേ, സി പ്ലസ് എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഇതൊക്കെ ആഡ് ചെയ്യാം. 40, 38 എത്രയാ, 78, പിന്നെ 90, 120 കിട്ടും അല്ലേ. 70, 80, അതായത് ഇത് 70 പ്ലസ് 2 80 40 120. ക്ലിയർ? 120 ആണ് കിട്ടുക. സോ ഇവിടെ നമുക്ക് കിട്ടുക 2a ഉണ്ട്, 2b ഉണ്ട്, 2c ഉണ്ട്. സോ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഒരു 2 എടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 120 കിട്ടും. സോ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്, 60 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഓൾറെഡി മനസ്സിലായി എ പ്ലസ് ബി എന്ന് പറയുന്നത് 40 ആണ്. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് 40 ആണ്. സോ ഇവിടുന്ന് ഡിഫറൻസ് നോക്കിയാലോ, സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് ഡിഫറൻസ് നോക്കിയാൽ സി എന്ന് പറയുന്നത് എന്ത് കിട്ടും, സി ഈക്വൽ ടു ഇതിൻ്റെ ഡിഫറൻസ് 20 ആണെന്ന് കിട്ടും. സി 20 ആണെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്താൽ നമുക്ക് ബി എന്ത് കിട്ടും, സി 20 ആണെന്ന് ഇതിൽ കൊടുത്താൽ ബി ഈക്വൽ ടു 18 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി ബി ഈക്വൽ ടു 18 ഇതിൽ കൊടുത്താൽ ബാക്കി ഇതെന്ത് കിട്ടും, 22 ആണെന്ന് കിട്ടും. എ ഈക്വൽ ടു 22 ആണെന്ന് കിട്ടും. ക്ലിയർ? എ ഈക്വൽ ടു അപ്പോൾ 22 ആണെന്ന് കിട്ടും. അപ്പോൾ എ 22 നമുക്ക് എങ്ങനെ കിട്ടുക, 22, ബി എന്താണ് 18 ആണ്, ഇത് 18 ആണ്, ബി 18, സി 20. ഓപ്ഷൻ ഏതാ, ബി അല്ലേ കറക്റ്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്തത് ആവറേജ് ഏജ് ഓഫ് രവി, ഹിസ് വൈഫ് ആൻഡ് their 2 children is 23 years. അപ്പോൾ എന്താണ്, ആരൊക്കെ ഉള്ളത്, രവി ഉണ്ട്, വൈഫ് ഉണ്ട്, പിന്നെ 2 children ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ, ഹിസ് വൈഫ് ഈസ് ജസ്റ്റ് 4 years യങ്ങർ ദാൻ രവി. അപ്പോൾ വൈഫ് എന്ന് പറയുന്നത് രവിനേക്കാളും എത്രയാണ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ രവി മൈനസ് വൈഫ് എന്ന് പറയുന്നത് എത്രയാണ്, 4 years ആണ്. ക്ലിയർ? പിന്നെന്താ പറയുന്നത്, ആൻഡ് ഹിസ് 24 years ഓൾഡ് വെൻ ഹിസ് ഡോട്ടർ വാസ് ബോൺ. അതായത് വൈഫുണ്ട്, ഡോട്ടറുണ്ട്. ഡോട്ടറിൻ്റെ ഏജ് 0 ആകുമ്പോൾ, അതായത് ഡോട്ടർ ബോൺ ചെയ്യുമ്പോൾ എന്താ, വൈഫിൻ്റെ ഏജ് എത്രയാണ്, 24 ആണ്. ക്ലിയർ? അതിവിടെ പറഞ്ഞു. പിന്നെ പറയുന്നത് അടുത്ത എന്താണ്, ഹി വാസ് 32 years ഓൾഡ് വെൻ ഹിസ് സൺ വാസ് ബോൺ. അപ്പോൾ സണ്ണുണ്ട്, സണ്ണിൻ്റെ ഏജ്, അതായത് സൺ
ബോൺ ചെയ്യുമ്പോൾ സണ്ണിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ രവീൻ്റെ ഏജ് എത്രയാണ്? 32 ആണ്. പിന്നെ രവിയും വൈഫും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. സോ 32 ഉള്ളത് എത്രയായിരിക്കും? അപ്പോൾ 32 നിന്ന് 4 മൈനസ് ചെയ്താൽ ഇവിടെ 28 ആണ് വൈഫിൻ്റെ ഏജ്. ക്ലിയർ? ഇനി വൈഫും ഡോട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 24ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടുന്ന് 24 ഡിഫറൻസ് നോക്കിയാൽ എത്രയാണ്? 24 ഡിഫറൻസ് നോക്കിയാൽ ഇവിടെ ഡോട്ടറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും തന്നു. ആവറേജ് ഏജ് ഓഫ് രവി ആൻഡ് ഹിസ് ഡോട്ടർ ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ രവിൻ്റെയും ഡോട്ടറിൻ്റെയും ആവറേജ് ഏജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ നോക്കിയാൽ ആവറേജ് ഏജ് ഓഫ് രവി ഹിസ് വൈഫ് 2 ചിൽഡ്രൻ എത്രയാണ്? 23 ആണെന്ന് തന്നു. അപ്പോൾ ഇവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. സോ പ്രസൻറ്റ് സം എത്രയായിരിക്കും? 4 പേരുടെയും 4 പേരുണ്ടല്ലോ. സോ ടോട്ടൽ എന്ന് പറയുന്നത് 23 × 4 ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 92 ആണ് ഇവരുടെ ടോട്ടൽ സം എന്ന് പറയാം. ഇനി ഇതാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച സം എത്രയായിരിക്കും? ഇവിടെ നമ്മൾ സം കണ്ടുപിടിച്ചതോ? ഇവിടെ 32, 28, അപ്പോൾ എത്രയാണ്? ഇത് 40, 64 ആണ് ഇവിടെ കിട്ടുക. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച സം 64 ആണ്. പക്ഷേ ആക്ച്വലി ഇവിടെ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ടോട്ടൽ എത്രയാണ്? 92 ആണ്. സോ ഡിഫറൻസ് എത്രയാണ്? 28ൻ്റെ ഡിഫറൻസ് ഉണ്ട് ടോട്ടൽ സമ്മിൽ. അതായത് ഇവരുടെ ഏജിൻ്റെ സമ്മിൽ 28ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നാൽ നമ്മൾ എത്ര 4 പേരുണ്ട്, 28ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ആളുടെയും ഡിഫറൻസ് എത്രയായിരിക്കും? 28/4 ഈക്വൽ ടു 7 ആണ്. അപ്പോൾ 7 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതും ആക്ച്വൽ ആയിട്ടുള്ളത്. സോ 7 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇതും തമ്മിൽ 7 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ക്വസ്റ്റ്യൻ എന്താ? ആവറേജ് ഏജ് ഓഫ് രവി ആൻഡ് ഹിസ് ഡോട്ടർ. അപ്പോൾ രവീൻ്റെ ഏജ് എത്രയായിരിക്കും? പ്ലസ് ഇതിൻ്റെ 7 + 7 ചെയ്താൽ 39 ആയിരിക്കും. ഡോട്ടറിൻ്റെ ഏജ് എത്രയായിരിക്കും? +7 ചെയ്താൽ 11 ആയിരിക്കും. സോ ടോട്ടൽ 39 + 11 / 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50/2. സോ ഈക്വൽ ടു 25 ആണ് ഇവരുടെ ഏജിൻ്റെ ആവറേജ്. ക്ലിയർ? 25 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ആവറേജ് ഏജ് ഓഫ് എ ടീച്ചർ ആൻഡ് ദെയർ സ്റ്റുഡൻറ്റ് 3 സ്റ്റുഡൻസ് ആണ്. 3 സ്റ്റുഡൻസ് ഈസ് 20 ഇയേഴ്സ്. അപ്പോൾ ടീച്ചറുണ്ട് 3 സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ആവറേജ് ഏജ് ഈക്വൽ ടു ടീച്ചർ പ്ലസ് 3 സ്റ്റുഡൻസ് ആണ്. S + S 3 സ്റ്റുഡൻസ് ഡിവൈഡ് ബൈ എത്രയാണ്? 4 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. അങ്ങനെയാണെങ്കിൽ T + 3S ഈക്വൽ ടു എന്താണ്? 20 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 80 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നു? ക്വസ്റ്റ്യനിൽ തന്നത് ഇഫ് ഓൾ ദ 3 സ്റ്റുഡൻസ് ആർ സെയിം ഏജ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും സെയിം ഏജ് ആണ്. അതുകൊണ്ട് ആണ് ഞാനിവിടെ S എന്ന് എടുത്തത്. ക്ലിയർ? ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏജ് ഓഫ് ടീച്ചർ ആൻഡ് ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് 20 ഇയേഴ്സ്. അപ്പോൾ എന്താണ്? ടീച്ചറിൻ്റെ ഏജും സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എല്ലായിടത്തും സെയിം ആണ്. S എന്ന് നമ്മൾ കൊടുത്തു. അതെന്ന് പറയുന്നത് എത്രയാണ്? അതെന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ക്ലിയർ? ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. സോ ഇവിടുന്ന് ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ, അതായത് ഇവിടെ T ഉണ്ട്, ഇവിടെ T ഉണ്ട്. സോ ഇത് നമ്മൾ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3S - S. സോ എന്ത് കിട്ടും? 4S ഈക്വൽ ടു 60 ആണെന്ന് കിട്ടും. സോ ഇവിടുന്ന് S ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? S ഈക്വൽ ടു 60/4 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പോൾ S എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ? ദെൻ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ടീച്ചർ? അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ 15 ആണ്. S 15 ആണെങ്കിൽ T മൈനസ് എന്താണ്? S ആണ് 20 എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ T ഈക്വൽ ടു 20 + S ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 20 + എസിൻ്റെ വാല്യൂ എന്താ? 15. സോ ടോട്ടൽ 35 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ടീച്ചറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 35 ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത് 2020 CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ 35 ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ആവറേജിൻ്റെ ഏതാണ്ട് എല്ലാ ഏരിയയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും ഏരിയയിൽ നിന്നാണ് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഈ ആവറേജിലെ മാർക്കെല്ലാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.